കഴിഞ്ഞ വർഷം വിറ്റഴിച്ചത് 67.31 ലക്ഷം ഓണം ബമ്പർ ടിക്കറ്റുകളായിരുന്നു. വെള്ളിയാഴ്ച ഈ റെക്കോർഡ് മറികടന്നു. ശനിയാഴ്ച മാത്രം 1.67 ലക്ഷം ടിക്കറ്റ് വിറ്റു. പക്ഷെ അവസാന ആഴ്ച ഓണം ബമ്പർ വിൽപ്പനയിൽ തകർച്ചയാണ്. കഴിഞ്ഞ വർഷത്തേതിന് നേരെ വിപരീതം. കഴിഞ്ഞ വർഷം അവസാന ആഴ്ചയിൽ വിറ്റഴിച്ചത് 20 ലക്ഷം ടിക്കറ്റുകളായിരുന്നു. ഇക്കൊല്ലത്തെ നറുക്കെടുപ്പ് ഈ മാസം 20-നാണ്. അവസാന ആഴ്ച ഇതുവരെ വിറ്റഴിച്ചത് 9 ലക്ഷത്തിൽ താഴെ ടിക്കറ്റ്. ഇനി ബാക്കിയുള്ളത് ഇന്നും നാളെയും മാത്രം. വിൽപ്പന കുറയാൻ കാരണം ലോട്ടറി ഡയറക്ടറേറ്റ് വിലയിരുത്തുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംസ്ഥാനത്ത് പരക്കെ പെയ്യുന്ന മഴ, പിന്നെ കോഴിക്കോട്ടെ നിപ വ്യാപന ഭീതി. വിൽപ്പനക്കാരും ഇതേ അഭിപ്രായക്കാരാണ്. ഈ പറയുന്ന പോലെ ഒരു ബുക്കും 2 ബുക്കൊക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്ന കൊച്ചു കച്ചവടക്കാരുണ്ട്, പ്രായമായവരും സുഖമില്ലാത്തവരൊക്കെ. അപ്പോൾ അവരെയൊക്കെ കുറച്ച് ബാധിക്കാൻ മഴ കുറച്ച് ബാധിക്കും. നല്ല മഴയാണെങ്കിൽ ബമ്പറ് മാത്രമല്ല എല്ലാ ടിക്കറ്റും, ഡെയിലി ടിക്കറ്റ് ആണെങ്കിൽ പോലും മഴ ബാധിക്കാറുണ്ട്. ഓണം ബമ്പറിന് കഴിഞ്ഞ വർഷത്തെക്കാളും റെക്കോർഡ് വിൽപ്പനയാണ്. പക്ഷേ ഈ അവസാന ആഴ്ചയിൽ മഴയും കോഴിക്കോട് നിപ്പയും കാരണം വിൽപ്പന അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും പല രീതിയിൽ ഭാഗ്യപരീക്ഷണം നടക്കുകയാണ്. മിക്ക വിൽപ്പന കേന്ദ്രങ്ങളിലും എല്ലാ ജില്ലയിലെയും ടിക്കറ്റുകൾ ലഭ്യമാണ്. എന്തുകൊണ്ടാണ് ഈ എല്ലാ ജില്ലകളിലെയും ലോട്ടറി ടിക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എവിടെയാണ് പോകുന്നത് അവർക്കായിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ അതൊരു ഭാഗം. പാലക്കാട് ടിക്കറ്റ് അന്വേഷിച്ച് വരുന്നുണ്ട്, പക്ഷേ പാലക്കാട് ടിക്കറ്റ് ഇപ്പോൾ കുറവാണ്, നമുക്ക് കുറവാണ് ഇപ്പം ഉള്ളത്. ഏറ്റവും കൂടുതൽ എല്ലാം വിശ്വാസം തൃശ്ശൂരും ട്രിവാൻഡ്രവും ഏറ്റവും കൂടുതൽ ടിക്കറ്റ് സെയിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ജില്ലയ്ക്കും ചാൻസ് കൂടുതലാണ് എന്ന് കരുതുന്നുണ്ട്. നിലവിൽ ഓണം ബമ്പർ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ജില്ല പാലക്കാടാണ്. 11 ലക്ഷം കടന്നു. രണ്ടാമത് തൃശ്ശൂർ 8.5 ലക്ഷവും മൂന്നാമത് വിൽപ്പന 8 ലക്ഷം കടന്ന തിരുവനന്തപുരവുമാണ്. മഴയും നിപ്പയും വിൽപ്പനയെ ബാധിച്ചതിനാൽ നറുക്കെടുപ്പിന്റെ തൊട്ട് മുൻപ് വരെ ടിക്കറ്റ് ലഭിക്കാനുള്ള അവസരം ലോട്ടറി ഡയറക്ടറേറ്റ് ഒരുക്കും. എങ്കിലും അച്ചടിച്ച 80 ലക്ഷം ടിക്കറ്റും വിറ്റ് തീർക്കാൻ കഴിയുമോ എന്ന സംശയം ലോട്ടറി ഡയറക്ടറേറ്റിനുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.